ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് അല്പസമയങ്ങളൊന്ന് ചിന്തിക്കുന്നത്. ഈ ഒരു വേദഭാഗം നമുക്കറിയാം. നയിലിലെ വിധവയുടെ മകനെ യേശു കർത്താവ് ഉയർപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഞാൻ ഈ ഭാഗത്തിന് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു: ജീസസ് ഹു റെസ്റ്റോസ്, പുനഃസ്ഥാപിക്കുന്ന യേശു. സുവിശേഷങ്ങളിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു വേദഭാഗമാണ് 7-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ. എന്താ ലൂക്കോസ് മാത്രം ഈ ഭാഗത്തെ ഇത്രമാത്രം സ്പെസിഫൈ ചെയ്ത് പറയാനൊട്ടുള്ള കാരണം? നമുക്കറിയാം, അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു, അദ്ദേഹം ഒരു വൈദ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ പഠിച്ച വൈദ്യശാസ്ത്രത്തിനപ്പുറമായിട്ട് യേശു ചെയ്ത ഈ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് വിവരിക്കുവാൻ മറ്റുള്ള എഴുത്തുകാരെക്കാളും കൂടുതൽ താൻ ഈ ഒരു വിഷയത്തിന് ഊന്നൽ നൽകി. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, താൻ പഠിച്ച വൈദ്യശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരു മരണവിഷയത്തിൽ അതോടുകൂടി എല്ലാം അസ്തമിക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി സെമിട്രിയിൽ ആ ഒരു ശവശരീരം അടക്കുകയാണ് പതിവ്. പക്ഷേ താൻ പഠിച്ച ശാസ്ത്രങ്ങൾക്കും താൻ പഠിച്ച തത്വങ്ങൾക്കും അപ്പുറമായി യേശു കർത്താവ് അവിടെ ഒരു അത്ഭുതം ചെയ്തു കഴിഞ്ഞപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി: എൻ്റെ ശാസ്ത്രങ്ങൾക്കും എൻ്റെ തത്വങ്ങൾക്കും അപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരുവൻ ഈ നയിനിലുണ്ട്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്കൊന്ന് വിശ്വസിക്കാൻ കഴിയും? വൈദ്യശാസ്ത്രങ്ങൾ പറയുന്നതല്ല നമ്മുടെ ദൈവം നമ്മളെക്കുറിച്ച് നിശ്ചയിക്കുന്നത്. ഈ ലോകത്തിലൊരു വ്യക്തി നമ്മളെക്കുറിച്ച് വിധി എഴുതുന്നതല്ല ഫൈനൽ റിസൾട്ട്. നമ്മളെക്കുറിച്ചുള്ള അൾട്ടിമേറ്റ് വിധി എഴുതുന്നത് നമ്മുടെ സ്വർഗത്തിലെ ദൈവമാണ്. ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കാൻ കഴിയുന്നവർ കരങ്ങളുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ 7-ാം അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത, 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ സൗഖ്യമാക്കുന്ന യേശുവിനെയാണ് നമുക്കവിടെ കാണുന്നത്. ശതാധിപന്റെ ദാസന് യേശു കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. 11 മുതൽ 16 വരെയുള്ള ഭാഗമാണ്, അല്ലെ 17 വരെയുള്ള ഭാഗങ്ങളാണ് നാം ഇവിടെ വായിച്ചത്. മരണത്തെ തോൽപ്പിക്കുന്ന യേശു വിധവയുടെ മകനെ സൗഖ്യമാക്കുന്നു. 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പാപമോചനം നൽകുന്ന യേശുവിനെയാണ് നമ്മളവിടെ കാണുന്നത്. പാപിനിയായിട്ടുള്ള സ്ത്രീയെ അവളുടെ പാപം യേശു കർത്താവ് ക്ഷമിക്കുന്നു. എന്നാൽ ഈ 3 ഭാഗങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക കാര്യം മനസ്സിലാക്കാൻ കഴിയും. ആദ്യത്തെ ഭാഗത്ത് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ശതാധിപൻ അദ്ദേഹത്തിൻ്റെ ദാസന് സൗഖ്യമില്ലാതെ ഭാരപ്പെടുമ്പോൾ അപേക്ഷിക്കാനായിട്ട്, യേശുവിൻ്റെ അടുത്ത് പോയി അപേക്ഷിക്കാനായിട്ട് ഒരു മനുഷ്യനുണ്ട്. ശതാധിപൻ പറയാണ്, ഞാൻ തയ്യാറാ, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖമായി കിടക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി ചലിക്കുവാൻ ഒരു വ്യക്തിയുണ്ട്. 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ ഈ പാപിനിയായിട്ടുള്ള സ്ത്രീ, അവളൊരു പാപിയാണെങ്കിൽ പോലും മറ്റാരുമല്ല അവൾക്ക് വേണ്ടി ചെല്ലുന്നത്. അവളുടെ ആവശ്യത്തിന് അവൾ യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എങ്കിലും ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അവളുടെ പാപം കർത്താവ് എന്ത് ചെയ്തു? ക്ഷമിച്ചു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഈ സ്ത്രീക്ക് വേണ്ടി ഒരു വാക്ക് പറയുവാനോ അവൾക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുവാനോ ഒരു മനുഷ്യൻ പോലും ഇല്ല. എന്നാൽ അങ്ങനെയുള്ള വിഷയത്തിൽ യേശു കർത്താവ് നേരെ അങ്ങോട്ട് ചെന്ന് വിടുതൽ നൽകിയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ചേ, നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി വിടുതൽ നൽകുന്നത് പോലെയല്ല ദൈവം നമുക്ക് വേണ്ടി വിടുതൽ ആഗ്രഹിച്ചിരിക്കുന്നത്. എല്ലാവർക്കും പ്രതീക്ഷിക്കുന്നത് പോലുള്ള ഒരു മറുപടി ആയിരിക്കത്തില്ല ദൈവം നമ്മുടെ വിഷയത്തിന്മേൽ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, യേശു വരും, യേശു സൗഖ്യമാക്കും. അത് യേശുവിനെ തൊട്ടാലും യേശു തൊട്ടാലും നമ്മുടെ വിഷയത്തിന്മേൽ വലിയൊരു വിജയം കർത്താവ് തരിക തന്നെ ചെയ്യും. ഇന്ന് രാത്രിയിലൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഒരു പക്ഷേ ചില നാളുകളിൽ നമ്മൾ വിചാരിക്കും, ആ വ്യക്തിക്ക്, ആ ഒരു സഹോദരന്, ആ ഒരു സഹോദരിക്ക്, ആ ഒരു മാതാവിന്, ആ ഒരു പിതാവിന് സൗഖ്യം ലഭിച്ചതുപോലെ എനിക്ക് ലഭിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ആ വിഷയത്തിന്മേൽ ആ മറുപടി അങ്ങനെ ലഭിച്ചെങ്കിൽ കൊള്ളായിരുന്നു. നോ, അങ്ങനെയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ഈ സ്ത്രീക്ക് വേദന കാരണം അവളുടെ വായൊന്ന് തുറന്നൊരു വാക്ക് പോലും സംസാരിക്കാൻ കഴിയില്ല. ചില സമയങ്ങളിൽ നമുക്കും ഇതുപോലുള്ള അവസരങ്ങൾ കടന്നു വരാൻ, മനസ്സിൽ വല്ലാതെ വിഷമം തങ്ങുമ്പോൾ ഒരു വാക്ക് പോലും പുറത്തു വരത്തില്ല. പകരം നമ്മുടെ കണ്ണുകളിൽ കൂടി അതിൻ്റെ ചലനം ചിലർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു വാക്ക് പോലും പുറത്തു വരാൻ കഴിയാത്ത സന്ദർഭങ്ങളിലും വേദനകളെ അറിയുന്ന കർത്താവ് പറയും, സ്ത്രീയെ, നീ ഒരു വാക്ക് പോലും മിണ്ടണ്ട. നീ കരയുന്ന വിഷയം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആരും നിന്റെ അടുത്തേക്ക് വരണ്ട, ആരും നിന്റെ വിഷയത്തിന്മേൽ ഒരു വാക്കും സംസാരിക്കണ്ട. പക്ഷെ ഞാൻ നിന്റെ അടുത്തേക്ക് വരും. ഇന്ന് രാത്രിയിൽ അങ്ങനെ ചില അത്ഭുതങ്ങൾ ദൈവം നമ്മുടെ നടുവിൽ ചെയ്യുവാൻ വിശ്വസനാണ്. 7-11 മുതൽ 18 വരെയുള്ള വാക്യത്തിൽ കാണുന്ന ഒരു പട്ടണമാണ് നയിൻ. നയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം ബ്യൂട്ടിഫുൾ, മനോഹരമെന്നാണ് ഈ പട്ടണത്തിൻ്റെ അർത്ഥം. പക്ഷേ ഈ മനോഹരമായിട്ടുള്ള പട്ടണത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു കുടുംബം ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ അധികം നാൾ അവരുടെ സന്തോഷം നിലനിന്നില്ല. വളരെ നാൾ കഴിയും മുൻപേ അവരുടെ ഭർത്താവ് എന്ത് ചെയ്തു?
മരിച്ചുപോയി. എല്ലാവരും മന്ത്രിക്കാനായിട്ട് തുടങ്ങി. വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞു, ഒരുപക്ഷെ ഈ സ്ത്രീ ഒരു ശാപം പിടിച്ച സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം തങ്ങളുടെ മകന് അല്ലെങ്കിൽ അവളുടെ ഭർത്താവിനെ അവൾക്ക് നഷ്ടപ്പെട്ടത്. എങ്കിലും അവൾക്കൊരു പ്രത്യാശ, ഞങ്ങൾക്കൊരു മകനുണ്ട്. അവനിപ്പോൾ ഒരു യൗവന പ്രായത്തിലെത്തി നിൽക്കുകയാണ്. പക്ഷെ അധികം താമസിക്കാതെ ആ കണക്ക് കൂട്ടലുകളും തെറ്റി അവനും എന്ത് ചെയ്തു? മരിച്ചു. ഇപ്പൊ എല്ലാവർക്കും ഒരു കാര്യം അടിവരയിട്ട് അവർ പറയാണ്, ഈ സ്ത്രീ ശാപം പിടിച്ച സ്ത്രീയാണ്, ഈ വീടൊരു ശാപം പിടിച്ച വീടാണ്, അവനും മരിച്ചു. എല്ലാ പ്രതീക്ഷകളും മങ്ങിയ ഒരു പശ്ചാത്തലം ആണ് നമ്മളിവിടെ കാണുന്നത്. ഈ മകൻ്റെ ശവശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇങ്ങനെയാണ് വായിക്കുന്നത്. പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് അവർ യാത്ര തുടങ്ങുകയാണ്. എന്നാൽ അതേ സമയം തന്നെ മറ്റൊരു പുരുഷാരവും പുറത്തു നിന്ന് അകത്തേക്കും വരുന്നു. അത് യേശുവിൻ്റെ കൂടെയുള്ള പുരുഷാരമാണ്. രണ്ട് പുരുഷാരങ്ങൾ ഒരേ പാതയിൽ സന്ധിക്കുന്ന ഭാഗമാണ് നയീനിൽ നാം കാണുന്നത്. ഒന്നാമത്തെ പുരുഷാരത്തിൻ്റെ പ്രത്യേകത, ആ പുരുഷാരം നയീനിലെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ജീവച്ഛവമായി തകർന്നിരിക്കുന്ന മരണം കീഴടക്കിയ യുവാവിൻ്റെ അമ്മയും അവനോട് കൂടിയുള്ള പുരുഷാരവും. രണ്ടാമത്തെ പുരുഷാരം ഞാൻ നേരത്തെ പറഞ്ഞു, നയീനിൽ പുതിയ ചില അത്ഭുതങ്ങൾ കാണും, അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടേ തിരിച്ചു പോരത്തുള്ളൂ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന യേശുവിൻ്റെ കൂടെയുള്ള പുരുഷാരം. ഈ ഒന്നാമത്തെ പുരുഷാരത്തിൻ്റെ യേശുവിൻ്റെ കൂടെയുള്ള ആളുകളുടെ ഒന്ന് രണ്ട് പ്രത്യേകതകൾ ഞാൻ പറയാം. അവരുടെ കൂടെ, യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഈ മനുഷ്യർ, അവരെ ജീവന്റെ കൂട്ടമെന്ന് വേണേൽ നമുക്ക് വിളിക്കാം. കാരണം അവരുടെ കൂടെ ആരുണ്ട്? യേശുവുണ്ട്. അവർ ജീവന്റെ കൂട്ടമാണ്. അവർക്ക് പ്രത്യാശ അവരുടെ ഉള്ളിൽ ധാരാളമായി ഭരിക്കുന്നവരാണ്. വിശ്വാസത്തിന്റെ അളവ് അധികമായി അവരിൽ വ്യാപരിക്കുന്നുണ്ടായിരിക്കാം. കാരണം ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ യേശുവിൽ നിന്ന് കണ്ടു. സന്തോഷത്തിന്റെ ഒരു കൂട്ടമാണ്. അതുമാത്രമല്ല, ഏറ്റവും അവസാനം നമുക്ക് പറയാം, യേശു അവരുടെ കൂടെയുള്ള ഒരു കൂട്ടമാണ്, യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആ പുരുഷാരം. പക്ഷേ മറ്റു തലയ്ക്കൽ ഒന്ന്, അവർക്ക് ജീവന്റെ കൂട്ടമല്ല, അത് മരണത്തിൻ്റെ ഒരു കൂട്ടമാണ്. അവർക്ക് പ്രത്യാശയില്ല ഒട്ടും, മറിച്ച് നിരാശ മാത്രമേ ഉള്ളൂ. അവർക്ക് വിശ്വാസം ഒട്ടുമില്ല, മറിച്ച് അവിശ്വാസമാണ് അവരുടെ ഉള്ളിൽ മുഴുവൻ തങ്ങി നിൽക്കുന്നത്. സന്തോഷമല്ല, മറിച്ച് ദുഃഖമാണ് അവിടെ ഉള്ളത്. യേശു അവരുടെ കൂടെ ഇല്ലതാനും. ഈ പറയുന്ന ഈ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. ഒന്ന്, കരയരുത്. രണ്ട്, എഴുന്നേൽക്കുക. യേശു ഈ ഭാഗത്തെ രണ്ട് കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഒന്ന്, കരയരുത്. രണ്ട്, എഴുന്നേൽക്കുക. എന്നാൽ അതിലും എന്നെ ഏറ്റവും ഈ ഭാഗത്ത് സന്തോഷിപ്പിച്ചൊരു കാര്യം, അതിൻ്റെ 15-ാമത്തെ വാക്യം, മരിച്ച വിഷയത്തെ ആ അമ്മയ്ക്ക് ആരെ ഏൽപ്പിച്ചു കൊടുത്തു? യേശു ഏൽപ്പിച്ച് കൊടുത്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ യേശു അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. എല്ലാ പ്രതീക്ഷയും മങ്ങിയ വിഷയത്തെ യേശു നിങ്ങളുടെ കരത്തിൽ നൽകാനായിട്ട് പോകുകയാണ്. ഈ രാത്രി വളരെ ശാന്തമായി ഞാനത് പറയുകയാണ്. എല്ലാ പ്രതീക്ഷകളും മങ്ങിയ ചില വിഷയങ്ങളെ യേശു നിങ്ങളുടെ കരത്തിൽ നൽകാനായിട്ട് പോകുക. വിശ്വസിക്കുന്ന ഒരു നിമിഷം ആ കരങ്ങളെ ഒന്ന് ഉയർത്തിയിട്ട് പറഞ്ഞ്, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെ എൻ്റെ കരത്തിൽ നൽകുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. ആരോടും പറയാതെ മനസ്സിൽ തിങ്ങി നിറയുന്ന, ഒരു വാക്കുപോലും പുറത്തു വരാതെ മനസ്സിൽ അത്രമാത്രം ഭാരവുമായി നിൽക്കുന്ന വിഷയത്തെ നോക്കി മറ്റുള്ളവർ ഒത്തിരി വാക്ക് സംസാരിച്ചാലും യേശു ഒത്തിരി ഒന്നും സംസാരിക്കത്തില്ല. 2 വാക്ക് മാത്രമേ യേശു സംസാരിക്കത്തുള്ളൂ. ഡോണ്ട് ക്രൈ ആൻഡ് റൈസ് അപ്പ്. നീ കരയണ്ട, നീ എഴുന്നേൽക്ക്, ഞാൻ നിന്റെ കയ്യിലേക്ക് ചിലത് ഏൽപ്പിച്ചു തരാനായിട്ട് പോകുകയാണ്. ഈ 11 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഞാനൊരു 5 കാര്യങ്ങൾ അങ്ങ് പെട്ടെന്ന് പറയാം. 5 ചിന്തകളാണ് പറയുന്നത്. ഒന്ന്, യേശു മരണയാത്രകളെ നിർത്തുന്നവൻ. നോക്കി, യേശു ആ പട്ടണത്തിന് പുറത്തേക്ക് ഡെഡ് ബോഡി വഹിച്ചുകൊണ്ടുള്ള യാത്രയെ ഒന്നാമത് യേശു എന്ത് ചെയ്തു? യേശു സ്റ്റോപ്പ് ചെയ്തു. എന്തിലാണോ ആ മാതാവ് പ്രതീക്ഷ അർപ്പിച്ചത്, ആ പ്രതീക്ഷ ഇപ്പോൾ ജീവനില്ലാതെ മരിച്ചു കിടക്കുന്ന ആ സന്ദർഭത്തിൽ യേശു ആ യാത്ര എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. യേശു ആ യാത്രയെ സ്റ്റോപ്പ് ചെയ്തു. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന, നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരു പക്ഷേ ശത്രു നമ്മുടെ ജീവിതത്തിൽ മേൽ, നമ്മുടെ തലമുറകളിൽ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ അവൻ പല പദ്ധതികളും ഒരുക്കി നമ്മുടെ യാത്രകളെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി കർത്താവ് പറയാണ്, മുമ്പോട്ടുള്ള ആ യാത്ര ഇന്ന് രാത്രിയിൽ കർത്താവ് ബ്ലോക്ക് ചെയ്യാനായിട്ട് പോകുകയാണ്. എത്ര പേർക്കൊന്ന് വിശ്വസിക്കാൻ കഴിയും? മരണകരമായിട്ടുള്ള ചില വിഷയങ്ങളെ യേശു കർത്താവ് ഇന്ന് രാത്രി ബ്ലോക്ക് ചെയ്യാനായിട്ട് പോകുക. ആ യാത്ര മുമ്പോട്ട് പോകാൻ കർത്താവിനെ അനുവദിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ ദൈവം അതിനൊരു പരിഹാരം വരുത്തുന്നത് രാത്രിയായി മാറുകയാണ്.
ഹല്ലേലൂയ. രണ്ടാമത് ഇങ്ങനെ പറയുന്നു, യേശുവിൻ്റെ സ്പർശം അശുദ്ധിയെ എന്ത് ചെയ്യുന്നു? ശുദ്ധിയുള്ളതാക്കുന്നു. ഇങ്ങനെ പറയാം, യേശു കർത്താവ് ആ മരിച്ച ആ ബാല്യക്കാരൻ്റെ അടുത്ത് ചെന്ന് ആ ശവമഞ്ചത്തിൽ തൊട്ടു. യഹൂദൻ്റെ പശ്ചാത്തലം അനുസരിച്ച് ഒരു ഡെഡ് ബോഡിയോ അല്ലെങ്കിൽ ഡെഡ് ബോഡി വഹിക്കുന്ന മഞ്ചത്തെയോ തൊടുവാൻ അവർക്ക് ആർക്കും അനുവാദമില്ല. അത് തൊട്ടാൽ അവരെന്താണ്? അശുദ്ധമാണ്. ഒരു സർട്ടൻ പീരീഡ് വരെ, അല്ലെങ്കിൽ ഏകദേശം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായി തന്നെ മാത്രമേ നിലകൊള്ളത്തുള്ളൂ. എന്നാൽ യേശു എന്താ ചെയ്തത്? ആ അശുദ്ധപരമെന്ന് എഴുതി വെച്ചിരിക്കുന്ന മേഖലകളിന്മേൽ യേശു ചെന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ ഇനി അവിടെ അശുദ്ധിയല്ല വ്യാപരിക്കുന്നത്, പകരം അവിടെ ശുദ്ധമായതാണ് അവിടെ വ്യാപരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ഒന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, മനുഷ്യർ തൊടുവാൻ മടി കാണിച്ച ചില വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാലപ്പഴക്കം സംഭവിച്ചു പോയി. നമ്മുടെ ചില വിഷയങ്ങൾ നോക്കി ചില ആൾക്കാർ പറയത്തില്ല, ഓ ഇത് വെറുതെയാണ് പ്രാർത്ഥിക്കുന്നത്, ഇതിനും പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല, ഇതിന് മറുപടി ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആരും ആ വിഷയത്തിൽ എന്ത് ചെയ്യത്തില്ല, ഒന്ന് തൊടത്തില്ല, ആ വിഷയത്തിൻ്റെ അടുത്തേക്ക് ആരും വരത്തില്ല. അങ്ങനെയുള്ള ചില വിഷയങ്ങളിന്മേൽ ആര് കടന്നു വരും? ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞേ, മനുഷ്യർ തൊടുവാൻ പേടിച്ച വിഷയങ്ങളിന്മേൽ, തൊടുവാൻ മടിച്ച വിഷയങ്ങളിന്മേൽ ആരും നിന്റെ വിഷയത്തിൽ തൊട്ടില്ലെങ്കിലും യേശു ഇന്ന് രാത്രിയിൽ ആ വിഷയത്തെ തൊടും. കരഞ്ഞ വിഷയത്തെ ഇന്ന് രാത്രിയിൽ യേശു തൊടും. എത്ര പേർക്കൊന്ന് വിശ്വസിക്കാൻ കഴിയും? കരഞ്ഞ വിഷയത്തിന്മേൽ തൊടുന്ന രാത്രിയായി ഇന്നത്തെ രാത്രി മാറാനായിട്ട് പോവുകയാണ്. യേശു തൊട്ടാൽ അവിടെ അശുദ്ധിയല്ല വ്യാപരിക്കുന്നത്, അവിടെ ശുദ്ധിയാണ് വ്യാപരിക്കുന്നത്. മൂന്നാമത്തെ, യേശുവിൻ്റെ വാക്ക് ബന്ധനങ്ങളെ തകർക്കുന്ന വാക്കാണ്. യേശു ആ മനുഷ്യൻ്റെ ഹിസ്റ്ററി ഒന്നും ചോദിച്ചില്ല. ഇവൻ്റെ ബർത്ത് ഡേറ്റ് ഏതാ, അല്ലെങ്കിൽ അവനെ വീട്ടിൽ വിളിക്കുന്ന പേരെന്താണ്, അവൻ്റെ വളർന്ന പശ്ചാത്തലം എങ്ങനെയാണ്, അവൻ്റെ എഡ്യൂക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നു, ഇതൊന്നും യേശു ചോദിച്ചില്ല. കരയുന്നവളുടെ കരച്ചിൽ കണ്ട യേശു അവനെ ബാധിച്ചിരിക്കുന്ന ബന്ധനത്തെ തകർത്തിട്ട് യേശു അവൻ്റെ അടുത്തേക്കുന്ന ഒരൊറ്റ വാക്ക് പറയാണ്, ബാല്യക്കാരാ എഴുന്നേൽക്കുക. യേശുവിൻ്റെ കൂടെയുള്ള പുരുഷാരവും നയീനിലെ പുരുഷാരവും ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇതുവരെ ഇങ്ങനെയുള്ളൊരു വാക്ക് കേട്ടിട്ടില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, യേശുവിൻ്റെ കൂടെയുള്ള പുരുഷാരവും നയീനിലെ പുരുഷാരവും ഇങ്ങനെ മരിച്ചു കിടക്കുന്ന സിറ്റുവേഷനിൽ, നയീൻ പട്ടണത്തിൽ ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട്, എന്നാൽ ഇതുവരെയും മരിച്ച ഒരാളുടെ വീട്ടിൽ കേൾക്കാത്ത ഒരു വാക്ക് അന്ന് നയീനിൽ മുഴങ്ങിക്കേട്ടു, ബാല്യക്കാരാ എഴുന്നേൽക്കുക. അങ്ങനെയെങ്കിൽ ആർക്കു വേണ്ടിയും ഇതുവരെ മുഴങ്ങി കേട്ടിട്ടില്ലാത്ത ചില ശബ്ദങ്ങൾ യേശു കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മുഴക്കാനായിട്ട് പോവുകയാണ്. വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും? ആർക്കു വേണ്ടിയും ഇങ്ങനെ ഒരു ശബ്ദം ഇതുവരെ മുഴങ്ങിയിട്ടില്ല. ആർക്കു വേണ്ടിയും ഇങ്ങനെ ഒരു വാക്ക് ഇതുവരെ ഒരു മനുഷ്യനും കേട്ടിട്ടില്ല. അങ്ങനെയുള്ള ചില വാക്കുകളെ യേശു കർത്താവ് നിങ്ങളുടെ വിഷയത്തിന്മേൽ ചെയ്യാനായിട്ട് പോവുകയാണ്. വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രിയിൽ കാലപ്പഴക്കം ചെന്നതാണെങ്കിലും, ഒരു മറുപടിയും ഇല്ലാത്ത വിഷയമാണെങ്കിലും, അവിശ്വാസം എല്ലാവരുടെ ഉള്ളിൽ കുത്തിത്തിരികെ ഇത് നിന്റെ തലവിധിയാണെന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കിയാലോ, യേശു കർത്താവ് നിന്റെ അടുത്ത് വന്നിട്ട് നിന്റെ ഹിസ്റ്ററി ഒന്നും യേശു ചോദിക്കത്തില്ല. കാരണം അവന് സകലതും അറിയാം. യേശു ഒരൊറ്റ വാക്കേ പറയത്തുള്ളൂ, ബാല്യക്കാരാ എഴുന്നേൽക്കുക. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളുടെ വിഷയത്തിന്മേൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നൽകുവാൻ യേശുവിന് അധികം സമയം വേണ്ട. മറ്റുള്ളവരെല്ലാം നിങ്ങളുടെ ഹിസ്റ്ററി അന്വേഷിക്കുമ്പോൾ, നിങ്ങളുടെ തലവിധി എന്ന് പറഞ്ഞ് മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൽ പിശാചിന്റെ വിളയാട്ടം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ അസ്വസ്ഥരാക്കുമ്പോൾ, ഇന്ന് കർത്താവ് പറയാണ്, നിന്നെ ബാധിച്ചിരിക്കുന്ന ബന്ധനങ്ങളെ തകർക്കുവാൻ ഒരുവൻ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിട്ടുള്ള ദൈവമാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നാലാമത്തെ ഞാൻ ഇങ്ങനെ പറയുന്നു, നഷ്ടപ്പെട്ട ജീവിതം പുനഃസ്ഥാപിക്കുന്ന യേശു. ആ യേശു എന്ത് ചെയ്തു? അവനെ അമ്മയ്ക്ക് തിരിച്ചേൽപ്പിച്ചു. നോക്കി, പട്ടണത്തിന് പുറത്തേക്ക് സെമിട്രി ലക്ഷ്യമാക്കി നടന്ന് നീങ്ങിയ ഈ യാത്രയെ യേശു സ്റ്റോപ്പ് ചെയ്യുക മാത്രമല്ല, സ്റ്റോപ്പ് ചെയ്ത വിഷയത്തിൽ അഥവാ മരിച്ച വിഷയത്തിൽ ജീവനെ കൂടി കൊണ്ടുവരുവാൻ ആർക്ക് കഴിഞ്ഞു? യേശുവിനെ കഴിഞ്ഞു. ആ യാത്രയുടെ മറ്റൊരു പ്രത്യേകത, യേശു സ്റ്റോപ്പ് പറഞ്ഞ ആ യാത്ര പിന്നീട് ഒരടി മുൻപോട്ട് പോകാൻ ആരും സമ്മതിച്ചില്ല. അവിടെ നിങ്ങൾ ആദ്യം ആ വാക്ക് വായിച്ചെന്താ? പട്ടണത്തിന് പുറത്തേക്ക് പോകുന്ന യാത്ര. അപ്പുറത്തുനിന്ന് യേശു പട്ടണത്തിന് പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നൊരു യാത്ര. ഞാൻ ഇങ്ങനെ പറയാം, ജീവനും മരണവും തമ്മിൽ സന്ധിക്കുന്ന ഒരു ജംഗ്ഷൻ പോയിന്റ് എന്ന് വേണം നമുക്ക് പറയാം.
ജീവനും മരണവും തമ്മിൽ സന്ധിക്കുന്ന ഒരു ജംഗ്ഷൻ പോയിന്റ്. എന്നാൽ യേശു ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു, മഞ്ചത്തെ തൊട്ടു. ബാല്യക്കാരായി എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ മഞ്ചം ചുമക്കുന്നവരുടെ കാൽ ഒരടി പോലും ഇനി മുമ്പോട്ടല്ല പോകുന്നത്. അവൻ എവിടുന്നാണോ അവനെ പൊക്കിയെടുത്തത് അവിടേക്ക് ഇനി അവൻ നടന്നു പോകും. ഇതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. ഇത് രാത്രിയിൽ നിന്ന് വിശ്വസിക്കാൻ കഴിയുമ്പോൾ നഷ്ടപ്പെട്ടതിനെ പുനഃസ്ഥാപിക്കുവാൻ ഒരു പക്ഷേ നിങ്ങളുടെ ഭവനത്തിലുള്ളവർക്കോ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കോ നിങ്ങളുടെ ചാർച്ചക്കാർക്കോ നിങ്ങൾ ആശ്രയം വെക്കുന്നവർക്കോ ആർക്കും കഴിഞ്ഞില്ലെങ്കിലും പുനഃസ്ഥാപിക്കുന്ന ഒരു യേശു, റെസ്റ്റോർ ചെയ്യുന്ന ഒരു യേശു എൻ്റെ യേശുവാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ്. നമുക്കറിയാം, രാജ്യമെല്ലാം വളരെ പ്രതികൂല ഘട്ടത്തിൽ കൂടി കടന്നു പോയാലും നിങ്ങളുടെ ഭവനത്തെ, നിങ്ങളുടെ തലമുറയെ, ഭാരപ്പെടുന്ന വിഷയങ്ങളെ അവൻ റെസ്റ്റോർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആരെല്ലാം എതിരായിട്ട് നിന്നാലും യേശു പുനഃസ്ഥാപിക്കും. വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളുടെ അതരങ്ങളെ തുറന്നു പറഞ്ഞ്, എൻ്റെ ദൈവം റിസ്റ്റോർ ചെയ്യുന്ന യേശുവാണ്, എൻ്റെ ദൈവം പുനഃസ്ഥാപിക്കുന്ന യേശുവാണ്. ഹല്ലേലൂയ. നോക്കിയേ, ശത്രു കവർന്നെടുത്ത സന്തോഷം, ശത്രു കവർന്നെടുത്ത സമാധാനം, ശത്രു കവർന്നെടുത്ത ബന്ധങ്ങൾ എല്ലാം ഒരൊറ്റ വാക്കുകൊണ്ട് ആര് തിരിച്ചു കൊടുത്തത്? എൻ്റെ കർത്താവ് തിരിച്ചു കൊടുത്തത്. ഹല്ലേലൂയ. അവസാനം ഞാൻ ഇങ്ങനെ പറയുന്നു, ദൈവ സന്ദർശനം ജീവിതത്തെ മാറ്റുന്നു. വേഴ്സ് 16 ഇങ്ങനെ കാണുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. എല്ലാവർക്കും ഭയം പിടിച്ചു. ബാല്യക്കാരൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? എല്ലാവരും ഭയപ്പെട്ടു പോയി. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നു, മറ്റുള്ളവർ കണ്ട അതിശയം കൂറുമാറ്, മറ്റുള്ളവർ കണ്ട അത്ഭുതം കൂറുമാറ്. ഞാൻ അല്പം കൂടി ഒന്ന് കയറ്റി പറയുകയാണ്. മറ്റുള്ളവർക്ക് ഭയം വരുന്ന രീതിയിൽ ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. സംഭവിക്കാൻ ഒരു മാർഗവുമില്ല. എല്ലാവർക്കും ഭയം പിടിക്കത്തക്ക രീതിയിൽ അങ്ങനെ ചില സന്ദർശനം നിങ്ങളുടെ വിഷയത്തിന്മേൽ ഇന്ന് രാത്രിയിൽ എൻ്റെ കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന് ആമേൻ പറഞ്ഞ് റിസീവ് ചെയ്യാൻ കഴിയുന്നവർ ആ കരങ്ങൾ ഉയർത്തുന്ന ആമേൻ പറഞ്ഞേ. ദൈവ സന്ദർശനം ഞാൻ കരയുന്ന വിഷയങ്ങളുമേൽ ഇന്ന് രാത്രിയിൽ ഒരുക്കി തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്.